ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റേഹാസ് വെൽ ബൈ റേഹ മാഷിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഒരു സ്പെഷ്യൽ ഡേ ആണ്. ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ April 8 എൻ്റെ ബർത്ത്ഡേ. അപ്പോൾ നമ്മൾ ചെറിയൊരു ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് നമ്മളെ വീടിൻ്റെ അടുത്തുള്ള നല്ലൊരു അടിപൊളി ഫോട്ടോഷൂട്ട് സ്പേസിലോട്ട് വന്നിരിക്കുകയാണ്. ഇവിടെ നല്ല അടിപൊളിയായിട്ട് ഫോട്ടോസ് എടുക്കാനുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അതേ ഞാനും റെൻസും ഇഷും മീനും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഫോട്ടോഷൂട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു കൂട്ടം ബലൂണിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ബലൂണൊക്കെ മേടിച്ചിട്ട് ഇവിടെ വന്നിട്ട് ഞങ്ങൾ വീർപ്പിക്കുക കേട്ടോ. വീർപ്പിക്കുകയാണ്. ഇഷ്യൂന്ന് റെൻസൊക്കെ ഭയങ്കര വീർപ്പിക്കലാണ്. ഞാനപ്പോഴേക്കും അവിടുന്ന് കഴിയണ പോലെ ഫോട്ടോസ് എടുത്ത് മുതലാക്കുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളി വ്യൂ ആട്ടോ ഇവിടുന്ന്. നല്ല മാഷാഅല്ലാഹ് നല്ലൊരു അടിപൊളി വ്യൂ ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല വലിയ വീടുകളും പിന്നെ നല്ല മരങ്ങളാൽ നിറഞ്ഞിരിക്കുന്നതൊക്കെയാണ്. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇവിടെ കാണാൻ. പിന്നെ ഇത് 3 വീടുകളാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ തന്നെ ഇതൊരു പള്ളിയാണ് കേട്ടോ. അങ്ങനെ നല്ലൊരു അടിപൊളിയാണ് ഇവിടെ. അങ്ങനെ ഞാനിവിടെ ഫോട്ടോ എടുക്കുന്നതിൻ്റെ തിരക്കിലാണ്. കാക്കയായിട്ട് എനിക്ക് ഫോട്ടോ എടുത്ത് തരുന്നത്. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് തിരിഞ്ഞും മറിഞ്ഞും ചാടിയും ഓടിയൊക്കെ ഫോട്ടോ എടുത്തും വീഡിയോ എടുത്തൊക്കെ മുതലാക്കാം. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണല്ലോ. അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ എൻ്റെ ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ട് ഗൈസ്? ഇറ്റ്സ് സൂപ്പർ അല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. എത്ര പെട്ടെന്നാണല്ലേ വർഷങ്ങളൊക്കെ പോണേ. എൻ്റെ കഴിഞ്ഞ ബർത്ത്ഡേ ഇപ്പം എടുത്ത് കഴിഞ്ഞിട്ട് പോലെ കേട്ടോ. ഇന്നലെ കഴിഞ്ഞ പോലെയാണ് എനിക്ക് തോന്നണത്. എൻ്റെ ബർത്ത്ഡേ ശരിക്കും പറഞ്ഞാൽ April 8 ബട്ട് ഞാൻ എഡിറ്റൊക്കെ ചെയ്ത് പിന്നെ ഞാൻ എൻ്റെ അമ്മച്ചിയുടെ താത്താൻ്റെ വീട്ടിലേക്കൊക്കെ വിരുന്നൊക്കെ പോയി അവിടെ നിന്നൊക്കെ വന്നപ്പോൾ ഇന്നാണ് ഞാൻ അപ്പോൾ വന്നത്. അപ്പോൾ കുറച്ചൊക്കെ ലേറ്റ് ആവും വീഡിയോ ഒക്കെ വിടാൻ വേണ്ടിയിട്ട് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് നിങ്ങളെന്തായാലും ക്ഷമിക്കണം ഗൈസ്. അപ്പോൾ ഇവിടെ നിന്നിട്ട് ഞാൻ കറങ്ങിയിട്ടും തിരിഞ്ഞിട്ടും മറിഞ്ഞിട്ടൊക്കെ വീഡിയോസ് എടുക്കുകയാണ്. അങ്ങനെ ഇതാണ് കേട്ടോ എൻ്റെ ഒരു ഹെയർ സ്റ്റൈലും എൻ്റെ ചപ്പൽ എൻ്റെ ചെരുപ്പൊക്കെ കാണാൻ നല്ല ഭംഗിയില്ലേ. അപ്പോൾ എന്തായാലും ഞാൻ ഇന്നൊന്ന് അടിപൊളിയായിട്ടുണ്ട്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഓടി വരുന്നതൊക്കെ വീഡിയോസ് എടുക്കുക കേട്ടോ. ഈ വീടിൻ്റെ മുമ്പ് നല്ലൊരു അടിപൊളി വൈബാണ് കേട്ടോ. ഈ മരത്തിൻ്റെ അവിടെയൊക്കെ പോയി നിൽക്കുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ മരത്തിൻ്റെ അവിടെ നിൽക്കാൻ. അങ്ങനെ ഞാൻ അവിടെ നിന്നും കുറച്ച് അറിഞ്ഞും ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ ഈ ഒരു മരം കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ ഈ വീടിന് മുമ്പിൽ ഒരു പോർഷ ഉണ്ടായിരുന്നു. നമ്മൾ പിന്നെ ഈ വണ്ടികളൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ നല്ല കാണാൻ നല്ല ഭംഗിയുള്ള വണ്ടി ആയതുകൊണ്ട് തന്നെ ഞാനതിൻ്റെ മുമ്പ് പോയി നിന്നു കേട്ടോ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പോയിട്ട് അതിൻ്റെ മുമ്പിൽ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഫോട്ടോസൊക്കെ കാണാൻ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഫോട്ടോസൊക്കെ. പിന്നെ നമ്മളെ കൂടെ ഇഷുവും അവിടെ നിന്നിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട്. പിന്നെ ഞാനുമുണ്ട് കൂടെ. ഞാനും ഉണ്ട് കേട്ടോ. എൻ്റെ കൂടെ ഫോട്ടോ എടുക്കാൻ നല്ല ഭംഗിയുണ്ട്. ഇഷുവിൻ്റെ ഷർട്ടും അതേപോലെ തന്നെ ആ വണ്ടിൻ്റെ കളറ് മേച്ചായിട്ടുണ്ട് കേട്ടോ. ഓറഞ്ച് ഞങ്ങളുടെ ഫോട്ടോ എടുക്കണം. അപ്പോൾ പിന്നെ റെൻസ് വിട്ട് തരുമോ? റെൻസ് വരുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ അങ്ങനെയും തിരിഞ്ചും മറിഞ്ചൊക്കെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. അപ്പോൾ നല്ല അടിപൊളി ഒരു ഭംഗിയായിരുന്നു കേട്ടോ. അതിൻ്റെ മുമ്പിൽ നിന്ന് ഇങ്ങനെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് യോയും ഗുഡും ഒക്കെ ആക്കി അങ്ങനെ അവിടെയും കുറേ സമയം ചിലവഴിച്ചു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. റെൻസുവിൻ്റെ ആയാലും ഷൂൻ്റെ അതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് അവരുടെ കോസ്റ്റ്യൂമൊക്കെ. അങ്ങനെ പിന്നെ അവിടുന്ന് അറിഞ്ഞു ഫോട്ടോ എടുത്തതിന് ശേഷം ഞാൻ ഈ ഒരു കൊട്ടാരത്തിൽ നിന്ന് നമ്മളിങ്ങോട്ട് ഇറങ്ങി വരുന്നൊരു വൈബുണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ നമ്മൾ അങ്ങനെ ഇറങ്ങി വരുന്നൊരു ഷോർട്സ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള തന്ത്രപ്പാടാണ് കേട്ടോ ഇവിടെ ഞാൻ ഈ ചെയ്യണത്. അങ്ങനെ ഉടുപ്പൊക്കെ പോക്കി പിന്നെ ഞാൻ രാജകുമാരി രാജ്ഞീൻ്റെ പോലെ അവിടെ ഇരിക്കുന്നുണ്ട് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അവിടെയൊക്കെ പിടിച്ചിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് കേട്ടോ. എനിക്ക് ബർത്ത്ഡേ ആയിട്ട് നമ്മൾ ഫോട്ടോഷൂട്ട് നടത്തിയതുകൊണ്ട് തന്നെ എത്രമാതിരി. പക്ഷേ വലിയ ഫോട്ടോഷൂട്ട് ക്യാമറമാനൊന്നും വന്നിട്ട് എടുത്തതല്ല. നമ്മളെ ഫോണിൽ തന്നെ എടുത്തിട്ടുള്ള ഫോട്ടോസാട്ടോ. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു ഫോട്ടോഷൂട്ട് ഉള്ളതുകൊണ്ട് നല്ലൊരു അടിപൊളി കുറേ ഫോട്ടോസ് കിട്ടിയിട്ടാണ്. പിന്നെ നമ്മൾ അവിടുന്ന് മാറി വേറൊരു സ്പോട്ട് കണ്ടെത്തി. എനിക്ക് പിന്നെ ഈ വെയിലിൻ്റെ മുമ്പിലോട്ട് അടിക്കണോണ്ട് ഈ സ്ഥലത്ത് നിന്ന് കുറച്ച് പണി ഉണ്ടായിരുന്നു കേട്ടോ ഫോട്ടോ എടുക്കാൻ. എൻ്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ അടയും. അങ്ങനെ പിന്നെ നമ്മളെ ബലൂൺസിൻ്റെ കൂടാരം ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ബലൂണൊക്കെ പിടിച്ചിട്ടാണ് ഇനിയുള്ള ഫോട്ടോസ്
ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ വേറെ പ്ലേസിലൊക്കെ പോയിട്ട് അങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കുന്നത്. ഭയങ്കര അടിപൊളി വലിയ പ്ലേസുകളിലൊന്നും ഇല്ലെങ്കിലും നല്ലൊരു അടിപൊളി സ്പേസിൽ നമ്മൾ ഇങ്ങനെ ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ എൻ്റെ ബർത്ത്ഡേക്കൊക്കെ ഫോട്ടോസൊക്കെ എടുക്കുന്നത്. വേറെ സ്ഥലത്ത് പോയി ഇങ്ങനെയൊക്കെ ഫോട്ടോസൊക്കെ ഫോട്ടോഷൂട്ടൊക്കെ നടത്തുന്നത്. പിന്നെ ഇവിടെ നിന്ന് ഞാൻ ബലൂണ് പിടിച്ച് ഓടി വരുന്ന തന്ത്രപ്പാടിലാണ്. ഇതുവരെയുള്ള ബർത്ത്ഡേക്കൊക്കെ ഞാൻ വീട്ടിൽ വെച്ചിട്ട് കേക്ക് ഉണ്ടാക്കി തരും. അങ്ങനെ കേക്കൊക്കെ മറിച്ചതാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മളൊരു ഫോട്ടോഷൂട്ട് എടുക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ട് ഗായ്സ്. അങ്ങനെ ബലൂണിൻ്റെ കയ്യിലൊക്കെ കെട്ടി ഞാനെന്താ ഫോട്ടോസും വീഡിയോസും എടുക്കുന്ന തന്ത്രപ്പാടിലാണ്. എൻ്റെ ഇതുവരെയുള്ള ബർത്ത്ഡേസിൽ ഇതുവരെ ഇപ്പം എനിക്ക് 11 വയസ്സായിട്ട്, അഥവാ 11 വയസ്സായി ഈ ഒരു ഏപ്രിൽ 8-ന്. അപ്പോൾ എനിക്ക് അപ്പോൾ എന്ത് ചെയ്യുക, ഇതുവരെയുള്ള ബർത്ത്ഡേയിൽ ഞാൻ അത്ര ആഘോഷമായിട്ടൊന്നും ഇതാക്കിയിട്ടില്ല. ഫസ്റ്റ് ബർത്ത്ഡേക്ക് ഞാൻ കുറച്ചൊക്കെ ആഘോഷത്തിലായിരുന്നു എൻ്റെ ബർത്ത്ഡേ ആഘോഷിച്ചിരുന്നത്. പിന്നെയുള്ള ബർത്ത്ഡേക്ക് ചില ബർത്ത്ഡേക്കൊക്കെ ഞങ്ങൾ കേക്ക് മുറിച്ചിട്ടുണ്ട്. അധിക ബർത്ത്ഡേക്കും കേക്ക് മുറിച്ചിട്ടുണ്ട്. 1-2 ബർത്ത്ഡേക്ക് ഞങ്ങൾ കേക്ക് മുറിച്ചിട്ടില്ല, സിറ്റുവേഷൻസ് അനുസരിച്ച്. അങ്ങനെ അതുകൊണ്ട് ഇപ്പോൾ ഒന്നാമത് ബർത്ത്ഡേയാണ് ഭയങ്കര ആഘോഷം. ഇപ്പോൾ 11th ബർത്ത്ഡേ ആയി. 1 മുതൽ ഇപ്പോൾ 10 വർഷം കഴിഞ്ഞു. എന്നിട്ടാണ് ഇത്രയൊരു അടിപൊളി ബർത്ത്ഡേക്ക് എൻ്റെ ഇതിൽ എനിക്ക് തോന്നണത് കേട്ടോ. എല്ലാവരും പറയും ഇതെന്താ ഇപ്പോൾ ഒരു ചെറിയൊരു ഫോട്ടോഷൂട്ടല്ലേ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. പക്ഷേ എനിക്കത് ഭയങ്കര സംഭവമാണ്. കാരണം എൻ്റെ ലൈഫിൽ ഇത്രയും ഏജായിട്ട് അങ്ങനെയൊന്നും ഞങ്ങൾ ആഘോഷിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളിവിടെ വന്നിട്ട് എടുക്കുന്നത് എനിക്ക് ഭയങ്കര സംഭവമാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ ഫോട്ടോസ് എടുക്കുന്ന റെൻസൊക്കെ ഗിഫ്റ്റ് തരാൻ തിരക്കായി. അങ്ങനെ റെൻസ് വന്നിട്ട് അവളെ ഗിഫ്റ്റ് എനിക്ക് തരുവാണ്. അങ്ങനെ ഞാനിത് ഗിഫ്റ്റ് മേടിക്കുകയാണ്. എൻ്റെ കയ്യിലാണെങ്കിൽ ബലൂണൊക്കെ ബാക്കിലൊക്കെ വെച്ചിട്ടാണ് ഞാനിങ്ങനെ ഗിഫ്റ്റ് മേടിക്കണം. അപ്പോൾ താങ്ക് യു പറഞ്ഞപ്പോൾ അവൾ വെൽക്കം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഗിഫ്റ്റൊക്കെ മേടിച്ചു. എനിക്ക് ഭയങ്കര ഹാപ്പിയായി. കാരണം എനിക്കിങ്ങനെ ഗിഫ്റ്റൊക്കെ കിട്ടിയല്ലോ. അങ്ങനെ ഇവിടെ പലതരം വീടുകളുണ്ട് കേട്ടോ. 3 തരം വീടുകളും അതിൻ്റെ ഇടയിൽ പള്ളിയൊക്കെ ഉണ്ട്. അപ്പോൾ ഓരോ വീട്ടിൽ നിന്നും ഓരോ വീടിന് മുമ്പിൽ നിന്ന് ഞങ്ങൾ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുകയാണ്. അങ്ങനെയും നമ്മളിവിടെ എന്നിട്ട് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് തന്നെ പറയാനുള്ളൂ. ഫോട്ടോസും വീഡിയോസും ഹാപ്പി ആയിട്ടുള്ള ഓരോ മൊമെൻറ്റ്സും ആയിരുന്നു. ഇതുവരെ എൻ്റെ 11th ഏജ് വരെ എൻ്റെ ലൈഫിൽ പല അനുഭവങ്ങളുണ്ടായിട്ട് സങ്കടവും സന്തോഷമായിട്ടുള്ളതൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇനി അങ്ങോട്ട് ഫുള്ളൊരു ഹാപ്പി ആയിട്ട് വരട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. അപ്പോൾ പഠിച്ചവനത് സാധിച്ച് തരട്ടെ. അങ്ങനെ ഇനിയുള്ള ബർത്ത്ഡേക്കൊക്കെ എനിക്ക് കുറച്ച് ഹാപ്പി ഉണ്ടാവട്ടെ, ഹാപ്പി ഉണ്ടാവട്ടെ എന്നല്ല, ഫുൾ ഹാപ്പി ആവട്ടെ എന്നുള്ളൊരിതാട്ടോ. ആമീൻ, മാഷാ അല്ലാ. ഇനിയുള്ള കാലം നല്ല കാര്യങ്ങൾ ചെയ്യാനൊക്കെ നിങ്ങളെ പ്രാർത്ഥനയിൽ എന്നെ ഉൾപ്പെടുത്തണം. ഞാൻ എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവരെയും, ലോകത്തുള്ള എല്ലാവരെയും എൻ്റെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇഷുക്കുട്ടൻ, അഥവാ എനിക്ക് കുട്ടനെ കൊണ്ട് കയറും. അങ്ങനെ എനിക്ക് ഗിഫ്റ്റ് തരുവാണ്. റെൻസും നല്ല ഗോൾഡൻ പൊതി, നല്ല റെഡ് പൊതിയിലൊക്കെയാണ് നമുക്ക് തരുന്നത് ഗിഫ്റ്റ്. അപ്പം ഞാൻ ആ ഗിഫ്റ്റൊക്കെ മേടിക്കുക കേട്ടോ. അപ്പോൾ റെൻസും നമ്മളെ കൂടെ ഉണ്ട് ഫോട്ടോയിൽ. അപ്പോൾ അവളെ ഞാൻ ബലൂണ് പിടിക്കാൻ അങ്ങോട്ട് ഏൽപ്പിച്ചു. അങ്ങനെ നമുക്ക് ഗിഫ്റ്റ് തന്നിട്ടുണ്ട്. യെസ് ഗൈസ്, അപ്പോൾ 2 ഗിഫ്റ്റ്സായി എനിക്ക്. അപ്പോൾ പിന്നെ ഞാൻ ഹാറ്റ് ഇട്ടിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാം കേട്ടോ. പിന്നെ ഈ ഗിഫ്റ്റിൻ്റെ അൺബോക്സിങ് ഈ വീഡിയോ കുറച്ച് ലെങ്ത്ത് കൂടും. അപ്പോൾ നമ്മളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അങ്ങനെ പിന്നെ ഞാനും റെഞ്ചൊക്കെ അവിടുന്ന് ഫോട്ടോസ് എടുക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ നമ്മൾ അനിയനിത്താത്ത നമുക്ക് ഗിഫ്റ്റ് തരുന്ന ഗിഫ്റ്റല്ല, അതിൻ്റെ ഒരു ട്വിസ്റ്റ് ഉണ്ടായിട്ടോ. ഞാൻ എൻ്റെ മെസ്സിനോട് പറഞ്ഞു കേക്കൊന്നും മുറിക്കണില്ല, അതിൻ്റെ ഉള്ള ബഡ്ജറ്റില്ല, കേക്ക് മുറിക്കാനുള്ളൊരു സാഹചര്യം ഒത്തു വരുന്നില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്നോട് കേക്കില്ല എന്ന് ഞാൻ വിശ്വസിച്ചു കേട്ടോ. അടുത്ത് കുറേ ഫോട്ടോസ് ഫസ്റ്റൊക്കെ ഞാൻ എക്സ്പെക്റ്റ് ചെയ്തു കേക്ക് സർപ്രൈസായി തന്നാലോ. പിന്നീട് അങ്ങോട്ട് കാണാതായപ്പോൾ പിന്നെ എൻ്റെ ഒരു ആകാംക്ഷ ഫുള്ള് പോയി, തകർന്നു. അങ്ങനെ എനിക്കിവിടെ സർപ്രൈസായിട്ട് കേക്ക് കൊടുന്ന് തന്നു കേട്ടോ. അങ്ങനെ ഞാൻ ഫസ്റ്റ് അറിഞ്ഞോട്ടെ കേക്കോ നയിച്ചിട്ടാ. പിന്നെ അവൾ പറഞ്ഞു അതിനെ കേക്ക് തന്നെയെന്ന് പറഞ്ഞു. ഇമ്മച്ചി പറഞ്ഞു നമുക്ക് ജസ്റ്റ് ഒരു ഫോട്ടോഷൂട്ട് എടുത്തിട്ട് വരാമെന്നാണ്. അപ്പോൾ ഞാനിതൊരിക്കലും എക്സ്പെക്റ്റ് ചെയ്തില്ല. ഗിഫ്റ്റ് പിന്നെ എനിക്ക് കിട്ടി. ഞാൻ എക്സ്പെക്റ്റ് ചെയ്തില്ല, എന്നാലും കിട്ടുന്നുള്ളൊരു ഇതുണ്ടായിരുന്നു എനിക്ക് ധാരണ. അവരുടെ കയ്യിലുണ്ടായിരുന്നു അപ്പോൾ ഗിഫ്റ്റ്. ബട്ട് കേക്ക് എനിക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു. പിന്നെ കേക്ക് ഇവിടെ എത്തി ഗായ്സ്.
അങ്ങനെ കേക്കും കൂടി ഒന്ന് ഞാൻ ഫുള്ളി ഹാപ്പി ആയിട്ടോ. കാരണം ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു കേക്ക്, ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു ഗൈസ്. അങ്ങനെ നമ്മളെ കേക്ക് എത്തി. അങ്ങനെ ഞാൻ കേക്ക് തുറന്നു കേട്ടോ. ഫസ്റ്റ് ഞാൻ വിചാരിച്ചു ബ്ലാക്ക് ഫോറസ്റ്റ്, വൈറ്റ് ഫോറസ്റ്റ് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും എന്നാണ്. ബട്ട് ഗായ്സ്, നിങ്ങൾ ഈ തുറന്നു കഴിഞ്ഞാൽ ഫുൾ എന്താ വിട്ടു. കാരണം ഇത് എൻ്റെ ഡ്രസ്സിനൊക്കെ ഏകദേശം മാച്ച് ആയിട്ടൊരു പിങ്കിഷ് കളർ തീമിന് കിട്ടും. ഞാൻ വിചാരിച്ച് ബ്ലാക്ക് ഫോറസ്റ്റ്, വൈറ്റ് ഫോറസ്റ്റ് ഒക്കെ എന്തെങ്കിലും ആയിരിക്കും എന്നാണ്. അപ്പോൾ നല്ലൊരു അടിപൊളി കേക്ക്. ഇത് വൈറ്റ് ഫോറസ്റ്റ് കേക്ക് കേട്ടോ, പക്ഷേ ഇതിൻ്റെ മുകളിൽ ചെയ്ത ഡെക്കറേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മൾ അത് കണ്ടപ്പോൾ ഭയങ്കര ഭംഗിയുണ്ട്. അതിൽ ഒരു പിങ്കിഷ് ഇതിലെ ബട്ടർഫ്ലൈസും ഷുഗർ ബ്രോൾസൊക്കെ വെച്ചിട്ടിട്ടാം. അങ്ങനെ ഞങ്ങൾ അത് മുറിക്കാനുള്ള തന്ത്രപ്പാടാണ്. അതിൻ്റെ മുമ്പ് തന്നെ അതേ അറേഞ്ചായിട്ട് ബലൂൺസൊക്കെ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കേക്കിൻ്റെ മുമ്പിൽ നിന്നിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. എന്നിട്ടാണ് നമ്മൾ മുറിക്കുന്നത്. അങ്ങനെ കാക്ക ഇവിടുന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മളത് പോസ്റ്റും ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതേ ഞങ്ങൾ കേക്ക് മുറിക്കാനുള്ളൊരു ഇതിലാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഹെയർ സ്റ്റൈലും കോസ്റ്റ്യൂമും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു ഗൈസ്. പിന്നെ ഞാൻ കേക്കിനെ പിടിച്ചിട്ട് ഇങ്ങനെയൊക്കെ പിടിച്ചിട്ട് നല്ലൊരു അടിപൊളി ഫോട്ടോ അല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, നമുക്ക് അവിടെ കേക്ക്, അവിടെ അവർ ഫുഡ് കഴിക്കണൊക്കെ നമ്മൾ പുറത്തുതന്നെ നല്ലൊരു അടിപൊളി ഒരു കേക്കൊക്കെ മുറിക്കാനായിട്ടൊരു സ്പേസ് ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ ഞാൻ എന്തായാലും അവിടെ പോയിട്ട് കേക്ക് മുറിക്കാമെന്ന് ഞങ്ങൾ കരുതി ഗൈസ്. അവിടെ ചെയേഴ്സൊക്കെ ഉണ്ട്, അപ്പോൾ എല്ലാവർക്കും ഇരിക്കാനുള്ളൊരു സൗകര്യമുണ്ട്. അങ്ങനെ നമ്മൾ റൺസൂൻ്റെ കൂടെ ഒന്ന് ഫോട്ടോ എടുത്തു, ഇഷുവിൻ്റെ കൂടെ ഒന്ന് ഫോട്ടോ എടുത്തു, നീനുവിൻ്റെ കൂടെയും കാക്കാൻ്റെ കൂടെ ഒക്കെ ഒന്ന് ഫോട്ടോ എടുത്തിട്ടോ. അങ്ങനെ നമ്മൾ ബലൂണൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു ഹാറ്റൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കേക്ക് മുറിക്കാൻ പോവുകയാണ്. അപ്പോൾ അവരാണെങ്കിൽ ഹാപ്പി ബർത്ത്ഡേ ടു യു എന്നൊക്കെ പാടണമുണ്ട്. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. നമ്മൾ കേക്ക് മുറിച്ചിട്ട് കഴിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞാനും ഇഷുക്കും റജക്കും ഒക്കെ കൊടുത്ത് ഞങ്ങളെല്ലാവരും കേക്ക് കഴിച്ചു ഗായ്സ്. ഇനിയും ഒരുപാട് ബർത്ത്ഡേസ് ആഘോഷിക്കാനുള്ള എനിക്ക് ഭാഗ്യം തരട്ടെ, ആമീൻ. അങ്ങനെ മാഷാ അല്ലാഹ്. അപ്പോൾ ഈ 2026 ഏപ്രിൽ 8 എനിക്ക് എന്തായാലും 11th അഥവാ 11 വയസ്സ് പൂർത്തിയായി. അപ്പം അതിൻ്റെയൊക്കെ ഒരു ഹാപ്പിയാണ് കേട്ടോ. എത്ര പെട്ടെന്നാലേ വർഷങ്ങൾ പോകണേ. ഇന്നലെ കഴിഞ്ഞ പോലെയാണ് എൻ്റെ 10ാമത്തെ ബർത്ത്ഡേ. പിന്നെ എൻ്റെ അമ്മച്ചി എനിക്ക് ഗാലക്സി ഒക്കെ അതിൻ്റെ കൂടെ മേടിച്ച് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ 2 ഗാലക്സിയാണ് നിങ്ങളവിടെ കണ്ടത്. അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ കഴിച്ചു, സെറ്റായി കേക്കൊക്കെ കഴിച്ചിട്ട്. അങ്ങനെ കിട്ടിയപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടോ. ആകാംക്ഷ ഫുൾ തകർന്ന് പിന്നെ കിട്ടിയപ്പോൾ. പിന്നെ നീനു എനിക്കൊരു ഗിഫ്റ്റ് തന്നിട്ടുണ്ട് ഗായ്സ്. പിന്നെ കാക്കാൻ്റെ വക ഒരു ഗിഫ്റ്റ് തന്നിട്ടുണ്ട്. അങ്ങനെ നീനുവിൻ്റെ വകയും കാക്കാൻ്റെ വകയൊക്കെ എനിക്ക് ഗിഫ്റ്റ് കിട്ടി. പിന്നെ നമ്മൾ കേക്ക് മുറിച്ചിട്ട് കഴിക്കുകയാണ് കേട്ടോ. കേക്കൊക്കെ കഴിച്ചു, ഒരുപാട് ഗിഫ്റ്റ്സ് എനിക്ക് കിട്ടി കേട്ടോ. അതിൻ്റെ ഒരു ഹാപ്പിനെസ്സാണ്. അങ്ങനെ നമ്മൾ കേക്കൊക്കെ കഴിച്ചു, അവിടെ എൻജോയ് ചെയ്തു കേട്ടോ. ഇവിടുന്ന് ബാക്കിലോട്ടുള്ള വ്യൂ ഭയങ്കര അടിപൊളിയാണ് കേട്ടോ, കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഈ ടേബിളിൽ ഞാൻ എൻ്റെ ഗിഫ്റ്റ്സ് എല്ലാം നിരത്തി വെച്ചിരിക്കുകയാണ്. 4 ഗിഫ്റ്റും പിന്നെ എൻ്റെ മെസ്സിൻ്റെ ഗിഫ്റ്റാണ് ഗാലക്സികൾ, 2 ഗാലക്സി അങ്ങനെയൊക്കെ നമ്മൾ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ദേഷും നീനും റൻസും ഒക്കെ കേക്ക് കഴിക്കുന്നുണ്ട് ഗായ്സ്. അങ്ങനെ നമ്മളുടെ ഒരു ബർത്ത്ഡേൻ്റെ ഇവിടെ ടൈം നമ്മൾ കഴിയാനായി. അപ്പോൾ ഇനിയുള്ള ലാസ്റ്റ് ടൈംസ് കുറച്ചുകൂടി എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ കേക്കുമുള്ള ബട്ടർഫ്ലൈസ് ഞാൻ ഗിഫ്റ്റ് ഒട്ടിച്ചേക്കുന്നുണ്ട് കേട്ടോ, അതൊരു ഭംഗിക്ക് വേണ്ടിയിട്ട്. അങ്ങനെ പിന്നെ ഞാൻ ടിഷ്യൂവിൽ കൈയൊക്കെ തുടച്ചു. പിന്നെ ഞാൻ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ ഞാൻ ഇവിടുന്ന് ബാക്കിലുള്ള സീനറി ഭയങ്കര ഭംഗിയുണ്ട് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ ഒരു 3 വീടിൻ്റെ ഇടയിൽ 3 വീടും ഒക്കെ ഭയങ്കര അടിപൊളി ഒരു വൈബാട്ടോ. അവിടെ നല്ല അടിപൊളി ഒരു വ്യൂ ആണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ എൻ്റെ ഗിഫ്റ്റ്സൊക്കെ എടുക്കുകയാണ്. പിന്നെ ഞാൻ ഗിഫ്റ്റ്സൊക്കെ അറേഞ്ച് ചെയ്തിട്ട് പോവാനായി. അപ്പം
അതിൻ്റെ ഒരു തയ്യാറെടുപ്പിലാണ് ഗൈസ്. എന്നാലും ഞാൻ കിട്ടിയ സമയം പിന്നെയും ഞാൻ ഗിഫ്റ്റ്സൊക്കെ ഒന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ ഒന്ന് എടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ നിങ്ങൾക്ക് ടാറ്റൊക്കെ തരുന്നുണ്ട്. ഗിഫ്റ്റൊക്കെ റെഡിയാക്കി വെച്ചു. ഇനി ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യണ വീഡിയോ ഞാൻ വേറൊരു വീഡിയോ ആക്കി വിടാം കേട്ടോ. കാരണം ഇത് ഇപ്പം തന്നെ അത്യാവശ്യം ലെങ്ത് ഉണ്ട്. അപ്പോൾ ഇനി കുറച്ചുകൂടെ ലെങ്ത് ആവണ്ടല്ലോ, നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഗിഫ്റ്റ് അൺബോക്സിങ് വിടുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ അതുകൊണ്ടാട്ടോ ഞാൻ ഗിഫ്റ്റ് അൺബോക്സിങ് വീഡിയോ ഇതിൽ ചേർക്കാത്തത്. പിന്നെ ഞാൻ ഗിഫ്റ്റൊക്കെ റെഡിയാക്കി വെച്ചതുണ്ടോ. ഇത് ഇവിടുത്തെ ഒരു ഹൗസാണ്, ഇപ്പുറത്ത് വേറൊരു ഹൗസ്, അപ്പുറത്ത് വേറൊരു ഹൗസ്, അങ്ങനെ നല്ല അടിപൊളി കൊട്ടാരങ്ങളാണ് ഇവിടെ ഉള്ളത് ഗൈസ്. അപ്പോൾ ഞാൻ അതൊക്കെ നോക്കിയിരിക്കുകയാണ്. നല്ല ഭംഗിയുണ്ട്. റെൻസു എന്നോട് അതിനെപ്പറ്റി വിശദീകരിച്ച് പറയാം കേട്ടോ. ഇത് നോക്കി നല്ല രസമില്ലേ, ഈ വീടല്ലേ കൂടുതൽ രസം, മറ്റേ വീടല്ലേ കൂടുതൽ രസം, മറ്റേ വീടല്ലേ കൂടുതൽ രസം എന്നൊക്കെ ചോദിച്ചിട്ട് അത് ഞങ്ങൾക്ക് എല്ലാവർക്കും ശരിക്കും പറഞ്ഞാൽ 3 വീട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനത്തെ പിന്നെ ഇങ്ങനെ കുറച്ച് ഷോർട്സിനും വീഡിയോസിനൊക്കെ വേണ്ടിയിട്ടുള്ള ഇറങ്ങി വരുന്നതൊക്കെ എടുക്കാം. പിന്നെ ആ ടേബിൾമ ഫുൾ നിരയായി വെച്ചിരിക്കുന്നു. അത് പിന്നെ ഞാൻ പോയി റെഡിയാക്കുകയാണ് ഗായ്സ്. അങ്ങനെ ഞാൻ അവിടെ എൻ്റെ ഗിഫ്റ്റുകളുടെ കൂടെ നിന്നിട്ട് ഫോട്ടോസ് എടുത്തു. പിന്നെ ഇഷും എൻ്റെ കൂടെ വന്നു കേട്ടോ ഫോട്ടോസ് എടുക്കാൻ. അവൻ കണ്ണാടൊക്കെ വെച്ചിട്ടുണ്ട്, ഭംഗിയായിട്ടുണ്ട്, പിന്നെ ചാടുണ്ട് കേട്ടോ അവിടുന്ന്. അങ്ങനെ ഞാൻ വീണ്ടും ഫോട്ടോസ് ആൻഡ് വീഡിയോസ് അങ്ങനെ ഇന്നത്തെ ഒരു ഫോട്ടോഷൂട്ട് ഏകദേശം ചെയ്യാനായിട്ടും നമ്മൾ പോയി വീഡിയോ ചെയ്യാനായി. കാരണം നമ്മളവിടുന്ന് ഇറങ്ങാൻ നിൽക്കുകയാണ് ഗൈസ്. അങ്ങനെ നമ്മളവിടുന്ന് ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ അവിടുന്ന് എൻ്റെ ഗിഫ്റ്റ്സും ബലൂൺസ് എല്ലാം എടുത്തു ഗൈസ്. ഇനി അത് കവറിലാക്കി തരാം കേട്ടോ ഗിഫ്റ്റ്. ഇതാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇഷ്യൂ പിന്നെ എൻ്റെ കൂടെ ഉണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിയും ഗിഫ്റ്റ്സൊക്കെ എടുത്ത് ഞങ്ങൾ പോവാൻ നിൽക്കുകയാണ് ഗൈസ്. പിന്നെ ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഗാലക്സി കാണിച്ചു തരുന്നുണ്ട്. എൻ്റെ മെസ്സി തന്നതാട്ടോ 2 ഗാലക്സി. അങ്ങനെ പിന്നെ അതൊക്കെ എടുത്തും നമ്മൾ പോവുകയാണ്. അങ്ങനെ സന്തോഷമായ നിമിഷങ്ങളൊക്കെ കഴിഞ്ഞു, ഓർത്ത് വെക്കാനായി. കുറേ കാലത്തിന് നമുക്കിത് മറക്കാൻ കഴിയൂല. അങ്ങനെ നമ്മളെ വീട്ടിലോട്ട് ഒരു സൽക്കാരമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, പുതിയണങ്ങളെയൊക്കെ സൽക്കരിച്ചത്. അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ അത് അടുത്തത് കമ്മിങ് സൂൺ ആയിരിക്കും ഗൈസ്, അത് എത്തുന്നതാണ്. അതിൻ്റെ മുമ്പേ നമ്മളെ ഗിഫ്റ്റ് ബോക്സ് അൺബോക്സിങ് ചെയ്യണത് അതിൻ്റെ മുമ്പേ നമ്മളെത്തും. അത് കഴിഞ്ഞിട്ടാണ് നമ്മളെ വിടുന്ന വിശേഷങ്ങളൊക്കെ വിടാം. പിന്നെ ഞാനും റെൻസ് അവിടുന്ന് ബലൂണൊക്കെ എറിഞ്ഞിട്ട് പിടിക്കണ കളിയിലാണ് ഗൈസ്. അങ്ങനെ എനിക്ക് ഈ ബലൂൺസിൻ്റെ കളർ തീമൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതിൽ യെല്ലോ ബലൂൺസ് ഉണ്ട്, പിങ്ക് ബലൂൺസ് ഉണ്ട്. ആ യെല്ലോ ബലൂൺസ് അല്ല കേട്ടോ, ഗോൾഡൻ ബലൂൺസ് ഉണ്ട്, പിങ്ക് ബലൂൺസ് ഉണ്ട്, വൈറ്റ് ബലൂൺസ് ഉണ്ട്. പിന്നെ ഇവിടെ നല്ല മാങ്ങയും ആപ്പിൾ ചാമ്പൊക്കെ ഒക്കെ ഉണ്ട് കേട്ടോ, മാഷാ അല്ലാ. അങ്ങനെ എനിക്കിവിടെ ഒരുപാട് സന്തോഷ നിമിഷങ്ങൾ ഉണ്ടായി. അതുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. പക്ഷെ സങ്കടം എന്താണെന്ന് വെച്ചാൽ ഈ സന്തോഷ നിമിഷങ്ങളൊക്കെ കഴിഞ്ഞില്ലേ, അതുകൊണ്ടുള്ള ചെറിയൊരു സങ്കടം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി വിടുന്ന വിശേഷങ്ങളും അതുപോലെ തന്നെ ഗിഫ്റ്റ് അൺബോക്സിങ് ഒക്കെ ഞാൻ പതിയെ വിടുന്നതായിരിക്കും ഗായ്സ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ ഒരു കുഞ്ഞു ബർത്ത്ഡേ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. എല്ലാവരും എനിക്ക് വേണ്ടി ദുആ ചെയ്യുക, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ. അസ്സലാമു അലൈക്കും. Thanks for watching. Don't forget to subscribe.